ഭർത്താക്കന്മാർക്ക് മുഴുവൻ അവകാശമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ പെരുമാറും, ഭാര്യയെ അടിക്കും, ഉപദ്രവിക്കും, എല്ലാം ചെയ്യും. ഭർത്താവായിരിക്കുന്നെങ്കിൽ അടിക്കാൻ അവകാശമുണ്ട്. പിന്നെ ഇവിടെ ടോക്സിക് റിലേഷൻ. ഈ മാധ്യമ വീരന്മാരെന്ന് പറയുന്ന കഴുതുകളും മര്യാദ കെട്ടവന്മാരും ഇപ്പൊ ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ഇതെന്ന് പറയുന്ന പരത്തി ഈ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് ശരിയല്ലെന്ന് പറയുന്നതിന് നല്ല ഭർത്താവില്ല. ഭർത്താവ് ഭാര്യയെ അടിക്കുമ്പോൾ നാട്ടുകാർ ഇടപെടുമ്പോ ഭാര്യമാര് പറയുമായിരുന്നു, എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചത്. പിന്നെ എവിടെയാണോ ടോക്സിക് റിലേഷൻഷിപ്പ്? ഭാര്യയെ അടിക്കാൻ അവകാശമുള്ള ആളായിരുന്നു ഭർത്താവ്, ഭരിക്കുന്ന ആളായിരുന്നു. ഭാര്യക്ക് പ്രണയിക്കുന്നതിന് എന്താ അതല്ല സാറേ അതിന്റെ പിന്നെന്താണ് ടോക്സിക് റിലേഷൻഷിപ്പ്? എല്ലാ വീട്ടിലെ എല്ലാ ഭർത്താക്കന്മാരും ടോക്സിക് ആണ്. നമ്മളിപ്പോ ഭാര്യ രാവിലെ ചോറും കറിയാൻ വെച്ചിട്ട് അയലത്തുള്ള ഒരുത്തിന് കൊടുത്താൽ അയാൾ സമ്മതിക്കുമോ? ഇല്ല. ബംഗാളിൽ നിന്നാണ് ഈ ആൾക്കാരെല്ലാം വന്നിട്ടുള്ളത്. പിന്നെന്തിനാ അവര് ബംഗാളിൽ നിന്ന് വിളിക്കുന്നത്? നിങ്ങൾ പോയിട്ട് ഇപ്പൊ ഏത് വീട്ടിലെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സകലരും ടോക്സിക് റിലേഷൻഷിപ്പിനകത്താണ് കണ്ടുപിടിക്കാൻ. പണ്ട് കാലത്ത് ടോക്സിക് റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നല്ലോ, പിന്നെ അങ്ങനെ ഇപ്പൊ വന്നു. ഇപ്പൊ ചോദിക്കുമ്പോ ഇയാൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കൊളംബോയിൽ പോയി ജീവിക്കുന്നില്ല, മലേഷ്യ പോകുന്നതിനെ പറ്റിയുള്ള, ആസാമി ജോലിക്ക് പോകുന്നതിനെ പറ്റി പറയുന്നത്, ബർമ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മലയാളികൾ പറഞ്ഞിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ മുഴുവൻ നഗരത്തിലും മലയാളികൾ ജോലിക്ക് പോയിട്ടുണ്ട്. ഗൾഫിലോട്ട് കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ഒരു തൊഴിൽ പറഞ്ഞുവിടാത്ത ആൾക്കാർ തൊട്ട് സകലരും പോയിട്ട് ഇതൊന്നും സമയത്ത് ഒരു ചർച്ചയില്ലാതിരുന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഇവിടുത്തെ കുട്ടികളെല്ലാം നാട് വിടുകയാണ് എന്ന് പറയുന്ന ചർച്ച ഇപ്പൊ എന്തിനാണ് അത് ചെയ്യുന്നത്? എനിക്ക് എന്താണ് മൈൻഡില് വന്ന ഒരു ചോദ്യം പെട്ടെന്ന് പത്രത്തിലെല്ലാം ദിവസം എഴുതുന്നുണ്ട്. അത് ഇവിടുത്തെ ഈ മാധ്യമ വീരന്മാരെന്ന് പറയുന്ന കഴുതുകളും മര്യാദ കെട്ടവന്മാരും ഇപ്പൊ ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ഇതെന്ന് പറയുന്ന പരത്തി ഈ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് ശരിയല്ലെന്ന് പറയുന്നതിന് വേണ്ടി പറയുന്ന ഒരു പ്രയോജനമില്ലാത്ത ചർച്ചയാണ്. അവന്റെയൊക്കെ അച്ഛനും അവന്റെ ഈ എഴുതുന്നവന്റെ ഒക്കെ മക്കളും ഇവിടെ ഇല്ല. അത്രയും അർത്ഥമേ ഉള്ളൂ. അല്ല വേറെ യാതൊരു പ്രയോജനമില്ലാത്ത ഒരു വരിയാണ്. ലോകത്ത് നമ്മൾ പഠിച്ചും അടുത്തുണ്ട്. നമ്മള് പ്രത്യേകിച്ചും കേരളത്തിനകത്ത് വിദ്യാഭ്യാസം ഉണ്ടാക്കിയെന്ന് പറയുന്നത് സ്കിൽഡ് ലേബറിനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അവരെ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത് ഇതുവരെ. അതുകൊണ്ടാണ് നമ്മൾ പണ്ടും കൊളംബിയ പോയവരും മലേഷ്യയിൽ പോയവരും ഒക്കെ നമ്മൾ സ്കിൽഡ് ലേബർ എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് ഹാൻഡും ടൈപ്പും ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എയർ കണ്ടീഷനിങ്ങും വെൽഡിങ്ങും പഠിച്ചു. ഒക്കെ ഈ വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ മുഴുവൻ ജോലി ചെയ്യുന്നവരായിട്ട് തന്നെയായിരുന്നു നമ്മൾ നിന്നിരുന്നത്. നമ്മൾ കയറ്റുമതി ചെയ്തിരുന്നത് സ്കിൽഡ് ലേബറിനെയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സ്കൂള്, ഏറ്റവും കൂടുതൽ ലൈബ്രറി ഉണ്ടാക്കിയ ഒരു നാടാണ് കേരളം. ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. നമ്മുടെ വ്യവസായം എന്ന് പറയുന്നത് ഈ സ്കൂളും കോളേജുമാണ്. അതിനകത്തെ ഹ്യൂമൻ ലെവൽ. ഇപ്പൊ പെട്ടെന്ന് മലയാളികൾ ഇവിടുന്ന് തിരിപ്പോയിരുന്നു, നാട് വിടുന്നു എന്നൊക്കെ പറയുന്ന ഈ കഥ ചുമ്മാതെ പറയുന്ന കഥയാണ്. അത് നമ്മള് വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അത് പോയവരിപ്പോ തിരിച്ചു വരത്തില്ലെന്ന് പറയുന്ന കഥയാണ് പറയുന്നത്. തിരിച്ചു വരത്തില്ല. ലോകം മാറി. അത് കേരളത്തുകാരുടെ പ്രശ്നമാണ്. കേരളത്തിനകത്ത് ഇവിടുന്ന് പോകുന്നതിനേക്കാളും കൂടുതൽ വടക്കേ ഇന്ത്യക്കാർ ഈ കേരളത്തിൽ വന്ന് താമസിക്കുന്നു. പിന്നെന്ത് പ്രശ്നം അവർക്ക്? ഈ എഴുതുന്നവർക്ക് എന്താണ് പ്രശ്നം? കേരളത്തിലെ ജനങ്ങൾ കുറഞ്ഞു പോയാ അതാ ഞാൻ ഈ പോകുന്നതിന് പകരം വടക്കേ ഇന്ത്യയിലുള്ള തൊഴിലില്ലാത്ത മുഴുവൻ മനുഷ്യരും കൂടെ ഈ കേരളം മുഴുവൻ വന്ന് താമസിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ ഒരു പ്രശ്നം? അവരെല്ലാരും ഇവിടെ താമസിക്കുന്നില്ലേ? പെരുമ്പാവൂര് കയറാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചയൊക്കെ ഇടയ്ക്ക് ആരംഭിക്കും ഇതേ വിദ്വാന്മാര്. ഇവിടെ ഈ വീട്ടിനകത്തൊക്കെ ഈ വയസ്സന്മാര് മുഴുവനും കൂടെ തൊഴിലില്ലാതിരിക്കുന്ന വീട്ടിലെല്ലാം ഇവരെ താമസിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ വളർത്തിയ മക്കള് നാട് വിട്ടു പോയെന്ന് നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട് കയറി ഇവിടെ വന്നിട്ടുള്ള മനുഷ്യരിവിടെ ഉണ്ട്, അവർ താമസിച്ചാൽ മതി. അല്ല ഇവിടെ പുത്തൻ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഇവിടുത്തെ ആൾക്കാരെല്ലാം പോയിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെ മക്കളാക്കിയാൽ മതി, പ്രശ്നം ഇപ്പൊ പരിഹരിക്കും. ഇന്ത്യക്കാരാണെന്നാണല്ലോ പറയുന്നത്. ഒരിടത്തു നിന്ന് ആൾക്കാർ വെള്ളമൊക്കെ പോകുന്ന പോലെയാണ്.
അവരുടെ അടുത്ത് തേകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചുറ്റുപാടൊന്നും വെള്ളം അവിടോട്ട് ഓടി വരുന്നെന്ന് പറയുന്ന പോലെയാണത്. ഇവിടെ എം ടി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? നമ്മൾ ധാരാളം വിദ്യാലയങ്ങൾ ഉണ്ടാക്കി, ലൈബ്രറികൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ആളുകൾ സാധാരണഗതിയിൽ ഒരു ക്ലർക്ക് ആകാൻ പറ്റുന്ന കാര്യത്തിലുള്ള പണികളാണ് പഠിച്ചത്. ആ പണി പഠിച്ചവരെല്ലായിടത്തും പോയിട്ട് ഈ പണികളാ ചെയ്യുന്നത്. അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോയപ്പോൾ അൺസ്കിൽഡ് ആയ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഇവിടെ തെങ്ങ കയറാനും നെല്ല് കൊയ്യാനും എല്ലാം ആൾക്കാരിന്നുണ്ട്. ശരിയായിട്ടില്ലെന്നുണ്ട്. ഭയങ്കര ദേഷ്യമാണ്. ബംഗാളികളാണ് ഈ ചായക്കടയിലെല്ലാം നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോയവരെല്ലാവരും അവിടുത്തെ ഈ യൂറോപ്പിലുള്ള ചായക്കടയിലെല്ലാം നിന്ന് പണിയെടുക്കുന്നുണ്ട്. എന്താ പ്രശ്നം? പ്രശ്നമില്ല. പിന്നെന്താണ് ബംഗാളികള് ചപ്പാത്തി വരത്തിയ കൊള്ളത്തില്ലേ? കഴിക്കുമല്ലോ, എല്ലാരും കഴിക്കും. അല്ല, പക്ഷെ പറയും കടയിലെല്ലാം ബംഗാളികളാണ്. അങ്ങനെ അവർ കുളിക്കത്തില്ലെന്ന് വരുന്നത്. നമ്മളാണെങ്കിൽ 3 നേരം കുളിക്കും. എന്തൊരു വൃത്തിയായിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ വൃത്തി കാരണം പിന്നെ അപ്പുറത്തിരിക്കുന്നതിന് ഒരു വൃത്തി ഇല്ലെന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ വൃത്തി കാരണം കൊണ്ട് ഇരിക്കപ്പെടുത്തിയില്ലാത്തത്. പക്ഷെ എവിടെ നോക്കിയാലും അവിടെ എല്ലാം കുപ്പ കിടക്കും. അതല്ലേ, എല്ലാ തെങ്ങും കുറ്റി, എല്ലാ റോഡിലും, എല്ലാ മൂലയ്ക്കും, എല്ലാ മതിലും മൂത്രം ഒഴിക്കുന്ന മലയാളിയാണ് ഈ പറയുന്നത് വൃത്തിയില്ല, അത് മറ്റവർക്ക് വൃത്തിയില്ല. അതിനെയാണ് റേസിസം എന്ന് പറയുന്നത്. ബംഗാളിൽ നിന്നാണ് ഈ ആൾക്കാരെല്ലാം വന്നിട്ടുള്ളത്. പിന്നെന്തിനാ അവര് ബംഗാളി എന്ന് വിളിക്കുന്നത്? അവർക്ക് പണ്ട് തൊട്ടേ ആരെങ്കിലും പറഞ്ഞ അല്ല, അതാ ചോദിച്ച, അവരോട് ചോദിക്കരുത് അവരെവിടുന്നാ വന്നത്. അവരെല്ലാ സംസ്ഥാനത്തുനിന്നുള്ള ആൾക്കാർ എല്ലാ സംസ്ഥാനത്തും ജോലി ചെയ്യുന്നുണ്ട്. പറയണ്ടേ? നമ്മള് മദ്രാസിൽ നിന്ന് വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പറ്റില്ലായിരുന്നു. പിന്നെന്തിനാണ് നമ്മളെ അവരെല്ലാം ബംഗാളി എന്ന് വിളിക്കുന്നത്? ഒറീസന്ന് വന്നിട്ടില്ല ആൾക്കാർ, തീർച്ചയായിട്ടും. ജാർഖണ്ഡിൽ നിന്ന് വന്നിട്ടില്ലേ? ബീഹാറിൽ നിന്ന് വന്നത്. ഇവർക്കൊന്നും ഐഡന്റിറ്റി ഇല്ലേ? പിന്നെന്തിനാണ് അവര് ബംഗാളി എന്ന് വിളിക്കുന്നത്? ഇതിനാണ് റേസിസം എന്ന് പറയുന്നത്. നമ്മൾ വളരെ റേസിസ്റ്റുകളായ മനുഷ്യരായതുകൊണ്ടാണ് വടക്കേ ഇന്ത്യക്കാര് റേസിസ്റ്റുകളായതുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിലുള്ളവരെ മദ്രാസിൽ നിന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മള് മഹാമോശവാൻ, അവർക്ക് കടപിടിക്കുന്ന തരത്തിൽ റേസിസ്റ്റുകളാണെന്ന് പറയുന്നത് തെളിവാണ് ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവരെ മുഴുവനും ബംഗാളി എന്ന് വിളിക്കുന്നത്. ഈ ആളുകളെ അവർ ഇന്ത്യക്കാരാണെന്നെങ്കിലും സമ്മതിക്കട്ടെ. ഇന്ത്യക്കാര് നമ്മുടെ സഹോദരി സഹോദരന്മാരെന്നല്ലേ പറഞ്ഞു. പിന്നെന്താ അവരെ വീട്ടിൽ താമസിപ്പിക്കാത്ത? എല്ലാ വീട്ടിനകത്തും ഈ മക്കൾ ഒഴിഞ്ഞു പോയിട്ട് അവിടെ കിടക്കുകയല്ലേ. ഒരു പണി അറിഞ്ഞുകൂടാതെ അമ്മയും അച്ഛന്മാരും ഇങ്ങനെ അതിനകത്ത് ഇത് ഈ മക്കൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന വീടുകളല്ലേ. അവിടെ ഇവരെ താമസിപ്പിച്ചാൽ പോരെ ഇന്ത്യക്കാരായിട്ട്? തീർച്ചയായിട്ടും. ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മുറിക്കകത്ത്, ഒരു വീടിനകത്ത് 15 പേര് താമസിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുന്നില്ലേ? അങ്ങനെയല്ലയോ നമ്മൾ അവരെ താമസിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ താമസിപ്പിക്കേണ്ടത് മനുഷ്യരെന്നുള്ള നിലവാരം? അല്ല. നമ്മൾ ലേബർ ക്യാമ്പിലേക്ക്, ഗൾഫിലെ ലേബർ ക്യാമ്പിനെ പറ്റി ഭയങ്കര ഇവിടെ ഇരുന്നാണ് ആടുജീവിതം ഒക്കെ പറയത്തില്ലേ? അത് ഇവിടുത്തെ ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരോട് നമ്മൾ പെരുമാറുന്നില്ലേ? പോയിട്ടുണ്ട് ഞാൻ ഗൾഫിലൊക്കെ, ഗൾഫിൽ പോയിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. അല്ല, ഗൾഫിൽ പോയിട്ടുള്ളതെന്നുള്ളതല്ല, അവിടെ കൊണ്ടുപോയി ലേബർ ക്യാമ്പിൽ ഇടുന്ന മഹാമോശമാണെന്ന് അനുഭവിച്ചവരല്ലേ നമ്മള്. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോ ഈ പെരുമ്പാവൂര് ഒരിടത്ത് ഗെറ്റോ, ഞാൻ ഒരു കോളനി ഉണ്ടാക്കി അവരവിടെ താമസിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ താമസിപ്പിക്കാത്തത്? വളരെ റേസിസ്റ്റുകളാണ്. അല്ല, വലിയ വെള്ളക്കാര് റേസിസ്റ്റുകളും നമ്മൾ നല്ല ആൾക്കാരുമാണെന്നൊക്കെ പറയും. ഇതുപോലുള്ള പ്രശ്നങ്ങളും കൂടെയൊക്കെ അഡ്രസ് ചെയ്യാതെ ഇയാൾ ഈ പറയുന്ന പേരന്റിങ് വർക്ക് ചെയ്യത്തില്ല. പേരന്റിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേരന്റിങ് മറന്നുപോയിട്ടില്ല. ഇയാള് ചോദിച്ച സാധാരണക്കാരായ ആൾക്കാര് പേരന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓട്ടോറിക്ഷക്കാരനോടാണോ ഞാൻ ഉത്തരം പറയേണ്ടത്? അത് മീനെ പിടിക്കാൻ പോകുന്നതിനോടാണോ ഉത്തരം പറയേണ്ടത്? അതോ പാടത്ത് പണിയെടുക്കുന്നതിനോടാണോ ഉത്തരം പറയേണ്ടത്? അത് തെങ്ങ കയറുന്നതിനോടാണോ ഞാൻ ഉത്തരം പറയേണ്ടത്? അതോ ചെറിയ കൊച്ചു കടയിട്ടിരിക്കുന്ന റോഡ് സൈഡിൽ മാടക്കട നടത്തുന്നതിനോടാണ് ഉത്തരം പറയേണ്ടത്? അതോ NGO എന്ന് വിളിക്കപ്പെടുന്ന
നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ മക്കളെ പറ്റിയാണ് പറയുന്നത്. ഏതാണ് ഈ സാധാരണക്കാരൻ? സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ആളില്ലടൂ. സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാർ പറയുന്നത് എപ്പോഴാ? അയാൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് ഇരുന്നിട്ട് പറയും ഞാനൊരു സാധാരണക്കാരനാണ്. ലോകത്ത് ഇതുവരെ ഒരു സാധാരണക്കാരൻ ഇന്റർവ്യൂ ചെയ്യാൻ പോയിട്ടില്ല. അതറിയാം. ഞാൻ ഈ ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നിടത്തൊക്കെ ആൾക്കാരുണ്ട് ഞാനൊരു സാധാരണക്കാരനാണ്. സാധാരണക്കാർ രാവിലെ എണീറ്റിട്ട് മീനെ പിടിക്കാൻ പോകും, തെങ്ങ കയറാൻ പോവും, പാടത്ത് പണിയെടുക്കാൻ പോകും. അതാണ് സാധാരണക്കാര്. അവരൊരിക്കലും ഒരു മീറ്റിങ്ങിന് വരുന്നില്ല. മീറ്റിങ്ങിന് വരുന്നത് സാധാരണക്കാരല്ല. പിന്നെ ഞാനൊരു സാധാരണക്കാരനാന്ന് ഒരുത്തൻ പറയുന്നതിനാ? ലൈസൻസിന്. എന്തിനാണ്? മര്യാദകൾ പറയാൻ പോവാണ് ഞാൻ, പക്ഷെ ഞാൻ സാധാരണക്കാരനായോണ്ട് എന്നോട് പൊറുക്കണം എന്ന് മര്യാദകേടായിട്ട് പെരുമാറാൻ പോകുന്ന ലൈസൻസ് മാത്രം. ഇയാളുടെ ചോദ്യത്തിനകത്ത് അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ട്. സാധാരണക്കാരനായ ഞാൻ പറഞ്ഞു പറഞ്ഞു. അങ്ങനെ ഒരു സാധാരണക്കാരൻ പ്രപഞ്ചത്തിലുണ്ടായിട്ടില്ല. മര്യാദ കെട്ടവനാണ് സാധാരണക്കാരനാണെന്ന് ലേവലടിച്ച് ഇറങ്ങുന്നത്, അല്ലാതില്ല. സാധാരണക്കാരനല്ലാതെ ഇയാൾ ചോദിക്കും. ഫാമിലിയിൽ തന്നെ ഉള്ളൊരു മറ്റൊരു, നമുക്ക് പല ഫാമിലിയിൽ ഇപ്പോൾ ലവ് അഫെയറിലായാലും അച്ഛൻ അമ്മ മക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. മീൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അത്. മീൻസ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്. ടോക്സിക് ഒരു പ്രത്യേക ഒരു അടിമ അല്ലെങ്കിൽ ഒരു ഇതാക്കി വെക്കുക. ഒരു ഇല്ല, അതും ഇവിടുന്ന് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ മേ ബി ഇന്റർനെറ്റ് ആയിരിക്കാം, അല്ലെ സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട്. അതെ, കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അതിന് യഥാർത്ഥ മീനിങ് എന്താണ്? യഥാർത്ഥ ഞാനതിന് അത് സാറിലേക്ക് പിന്നെ പകർന്നു തരാൻ വേണ്ടി ഉപയോഗിച്ചൊരു വേർഡാണ് അത്. ടോക്സിക് എന്ന് പറഞ്ഞപ്പോ സാറിന് ഏകദേശം മനസ്സിലായി എന്തോ ആ വേർഡ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത്. അപ്പൊ അത് മനസ്സിലായിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് ശരിക്കും എന്താണെന്ന് ഞാൻ ഉപയോഗിക്കേണ്ട വേർഡ് എന്തായിരിക്കും? ഒരു കാര്യമില്ലാതെ ഇതിനെ ഈ ലോകത്തുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ 1000 വാക്കുകൾ, എല്ലാം കോൺസെപ്റ്റുകൾ. ഒരുത്തം വന്നിട്ട് ഒരു തട്ട് കുറെ വാക്കുകൾ ഉണ്ടാക്കും. പണ്ട് എക്സ്ട്രോവർട്ട് ഇൻട്രോവർട്ട്, അത് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഫ്രോയിഡിന്റെ ആണെന്നുണ്ടെങ്കിൽ എലക്ട്രാ കോംപ്ലക്സ്, ഈഡിപ്പസ് കോംപ്ലക്സ്, ഇങ്ങനെ കുറെ സാധനം. അത് കഴിഞ്ഞിട്ട് ചൈൽഡ്, അഡൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 100 കണക്കിന് സൈക്കോളജികളുണ്ട്. ഇവരെല്ലാം ഓരോ വാക്കുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു 100 കണക്കിന് ആൾക്കാരും ഉണ്ട്, ആൾക്കാർക്ക് വരുന്ന രോഗങ്ങളും ഉണ്ട്. ഈ വാക്കുകൾ ഇങ്ങനെ എടുത്ത് അങ്ങ് വീശും എല്ലാരും. അവസാനം ആർക്കും ഒരു വിവരമില്ല എന്തർത്ഥത്തിലാണ് ഇത് പറയുന്നത്. നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ പ്രകൃതി എന്ന് പറയത്തില്ല, ഒന്ന് വിശദീകരിക്കാം. അറിയാം പ്രകൃതി എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. പ്രകൃതി എന്ന് പ്രപഞ്ചം രണ്ട് വാക്ക്, രണ്ടും നല്ല പ്രാസം. കപിലൻ എന്ന് പറഞ്ഞ ഒരു പഴയൊരു സ്വാമി ഉണ്ടായിരുന്നു. 2000 വർഷം മുമ്പ് ഉണ്ടായിരുന്നത്. അയാൾ ഉണ്ടാക്കിയൊരു വാക്കാണ് ഈ പ്രകൃതി. അന്ന് തൊട്ട് ആൾക്കാർ അതെടുത്തിട്ട് വീശി എല്ലാ വാക്കുകളും സാറേ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ പേരായാലും ഉണ്ടാക്കിയവനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം ഒരിക്കലും പഠിക്കാതാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞാല് ചെടിയും മരവും ഒക്കെയാണ്. നിന്റെ പ്രകൃതി അതല്ല എന്ന് ആൾക്കാർ പറയുന്നത്. ശരീരപ്രകൃതി, പ്രകൃതം അല്ലെ ശരീരപ്രകൃതി അല്ലേ? അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രകൃതം അതെല്ലാം കേൾക്കാം, പിന്നെ ശരീരപ്രകൃതി എന്ന് കേൾക്കാം. പ്രകൃതി എന്ന് അങ്ങോട്ട് ഞാൻ ഉടനെ ക്യാമറ എടുത്തിട്ട് മറ്റേ തന്നെ അരവിന്ദന്റെ സിനിമയ്ക്കകത്ത് ഇങ്ങനെ മരം കാണിക്കുന്നതിന് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളും ചെടികളും വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടെ പോകും? അപ്പൊ പ്രപഞ്ചം തന്നെ ഞാൻ പറഞ്ഞത്. പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും കഷ്ടമാണ്. പ്രകർഷേണ പഞ്ചീകരിച്ചതെന്നാണ് പ്രപഞ്ചം.
പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതം എന്താണെന്ന് ലോകത്തെടുത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം പഞ്ചഭൂതം ഇല്ല. പഞ്ചഭൂതം ഉണ്ടെന്നെങ്കിൽ മണ്ണെന്ന് പറയുന്നത് എടുത്താല് അതിനകത്താണ് അയണുള്ളത്, അതിനകത്താണ് നമ്മൾ അതിനെ സിലിക്ക എന്ന് പറയുന്ന സാധനമുള്ളത്. നമ്മൾ അയിരുകൾ എന്ന് പറയുന്ന മുഴുവൻ ഇതെല്ലാം മണ്ണിനകത്തുള്ളതാണ്. മണ്ണെന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ല. അങ്ങനെയാണ് നമ്മൾ 119 എലിമെന്റ്സ് കണ്ടുപിടിച്ചപ്പോ. എലിമെന്റ്സോ? ആ എലിമെന്റ്സ് എന്ന് പറയുന്നതാണ് ഈ പണ്ടുകാരന്മാർക്ക് 5 അറിയാറുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ലോകത്ത് ഒരു കുന്തം ഉണ്ടാക്കാനൊക്കത്തില്ല. പഞ്ചഭൂതം വെച്ചിട്ടാണ് ലോകം ഉണ്ടായതെന്നാണ് അവന്മാർ പഠിപ്പിച്ചത്. പഞ്ചഭൂതം കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിക്കാൻ ഒക്കത്തില്ലല്ലോ. ഇയാൾ പോയി മണ്ണ് വാരി കൊണ്ടുവന്നാൽ മണ്ണിനകത്ത് 1000 സാധനമുള്ളത്. അത് ഓരോന്നും നമ്മൾ ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ പറയുമ്പോ അത് സിലിക്ക എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ കൂടുതലുള്ളത്. നമ്മളിപ്പോ കല്ല് എന്ന് പറയുമ്പോ ചെങ്കല്ലാന്ന് ചോദിക്കണ്ടേ, വെട്ടുകല്ല. അതിന് എന്തെല്ലാം തരത്തിലെ കല്ലുകളുണ്ട്. വെള്ളാരം കല്ലുണ്ട്, ഗ്രനൈറ്റ് എന്ന് നമ്മൾ പറയുന്ന കരിങ്കല്ലുണ്ട്. ഇതെല്ലാം ഇപ്പൊ കല്ല് ഏതാ? ഇതുപോലാണ് ഈ സാധനങ്ങൾ. ഈ പ്രപഞ്ചം എന്നവർ പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന സാധനം ലോകത്തുള്ളതല്ല. ഇത് ആദ്യകാലത്ത് ഇരുന്ന് ഒരുത്തൻ കണ്ടുപിടിച്ചതാണ്. 5 ചേർന്നാണ് ഇതുണ്ടായത്. എങ്ങനെയാണ് ഈ 5 ചേർന്നുണ്ടായെന്ന് അവർ പറയുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 ഉള്ളതെന്ന് അതും തീരുമാനിച്ചു. 5 ഇന്ദ്രിയങ്ങൾ എന്നല്ലേ? ഇന്ദ്രിയം ഉണ്ടെന്ന് യഥാർത്ഥത്തിൽ എത്ര ഇന്ദ്രിയം ഉണ്ടെന്ന് അറിയാം? പഞ്ചേന്ദ്രിയം അത് നമ്മുടെ ഇത് സബ് കോൺഷ്യസ് മൈൻഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് പിന്നെ അതിന്റെ പറയുക ഞാൻ പിന്നെ ഞാൻ ഈ പറയുന്നത് എന്തിനാണ് പഠിച്ചത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. എന്റെ മനസ്സിലും അങ്ങനെ. ഇന്ദ്രിയം എന്ന് പറയുന്ന സാധനം ഉള്ളോ? 5 ഉള്ളോ? ഇന്ദ്രിയങ്ങൾ 5 ഉള്ളോ? മൂക്ക്, തൊക്ക്, നാക്ക്, ചെവി, പല്ല്. പല്ലോ? നാക്ക്. അപ്പൊ നമ്മൾ ഈ ചെയ്തത് എന്താണെന്നറിയാം? 5 നമ്മൾക്കുള്ളതെന്നും 5 മറുവശത്ത് ഇരിക്കുന്ന ലോകത്തിരിക്കുന്ന സാധനമായിട്ടാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇങ്ങനൊന്നും അല്ല ഇതൊന്നും ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ നാച്ചുറലി ഒക്കറിങ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഭൂമിയിലുള്ള 10-96 അല്ലാതെ പഞ്ചഭൂതം അല്ല ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പെന്നും സ്വർണ്ണമെന്നും വെള്ളിയെന്നും ഒക്കെ പറയണ ഈ മണ്ണെന്ന് പറയുന്ന സ്ഥലത്തായി സാധനം കിടക്കുന്ന വെള്ളിയില്. ഈ 100 കണക്കിന് സാധനങ്ങളെ ഒന്നിച്ചു ചേർത്ത് മണ്ണെന്നങ്ങ് പറയുക ചെയ്തത്. അല്ലാതെ അങ്ങനെ എല്ലാതൊക്കെ മനസ്സിലാക്കി അത് മുഴുവൻ തെറ്റായിട്ടാണ് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അവസാനം പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ചെടിയും മരവും മാത്രമേ ഉള്ളൂ. ആ ഇരിക്കുന്ന ഇച്ചിരി മഴയും അതിന്റെ കൂടെ. ഇപ്പൊ ഈ ഇരിക്കുന്നത് ഒരു ജീവിയാണ്, അതൊരു ചെടിയാണ്, അതൊരു ജീവിയാണ്. അതിന് പ്രകൃതി താനാണ്. ആ ചെടി പറയുകയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അതിനകത്താണ്. അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞാൽ താൻ ആരാണോ ചോദിക്കുന്നത് പറയുന്നതായിരിക്കുന്ന, അയാൾ അനുഭവിക്കുന്നതായിരിക്കുന്നതിന് ചുറ്റുപാടുമുള്ള എല്ലാം ചേർന്നതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. അല്ല പ്രകൃതി എന്ന് പറഞ്ഞ ചെടിയും മരവും നല്ല വെള്ളച്ചാട്ടവും 4 മരവും കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സുന്ദരമായ പ്രകൃതി. നമ്മളും അങ്ങനെ തന്നെയാണ്. ആ ജീവികൾക്ക് നമ്മളാണ് പ്രകൃതി, നമ്മളല്ല. അതിനാൽ അറിയുന്നതോ കാണുന്നതോ അനുഭവിക്കുന്നതോ ഇരിക്കുന്ന ആളിനെ അപ്പുറത്ത് നിൽക്കുന്നതിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് പ്രകൃതി എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതായിപ്പോയി. ഇങ്ങനെ അർത്ഥം മാറി ചെടിയും മരവും ആയിപ്പോയി. ഇതുപോലാണ് ഈ ഇപ്പൊ ഇയാൾ ചോദിക്കുമ്പോ ഓരോ ചോദ്യവും ഇതുപോലെ പ്രശ്നം. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ ടോക്സിക് എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അത് ടോക്സിക് എന്നുള്ള കാര്യം ഇയാൾക്ക് സത്യത്തിൽ ഇയാൾ എന്ന് പറയുന്നുണ്ട് നാട്ടിലൊക്കെ ഉള്ളതല്ലേ, സാറിനും അറിയാമല്ലോ എന്നുള്ളതാണല്ലോ നിലപാട്. അതൊരു പ്രത്യേകതരം റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ്. അതിന് സാറിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചൊരു വേർഡാണ് ഞാൻ. ഭാര്യയെ അടിക്കുമ്പോൾ നാട്ടുകാർ ഇടപെടുമ്പോ ഭാര്യമാര് പറയുമായിരുന്നു, എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എവിടെയാണോ ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ളത്? പണ്ട് കാലത്ത് ടോക്സിക് റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ഇപ്പൊ വന്നത് എല്ലാ കാലത്തും ഉണ്ടായി കാണും.
അപ്പൊ അറിയാത്തോണ്ട് ഇപ്പൊ നമ്മള് എന്താണ് അത് പറയാതിരുന്നത്? അത് നമുക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി കൊണ്ട് ഇപ്പൊ നമ്മൾ അറിയുന്നല്ല. പണ്ട് കാലത്ത് ഇന്റർനെറ്റിന്റെ അവൈലബിലിറ്റി വന്നാൽ എങ്ങനെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് വണ്ടി കറിഞ്ഞിട്ട് വരുമോ? അല്ല, നമ്മളെല്ലാ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അതാ ഇതിലാണ് ചോദിച്ചേ. അറിയുന്നുണ്ട്. പണ്ട് നമ്മൾ അത് ഇല്ലാത്തതുകൊണ്ട് ഭാര്യയെ അറിയില്ല. അടിക്കാൻ അവകാശമുള്ള ആളായിരുന്നു ഭർത്താവ്, ഭരിക്കുന്ന ആളായിരുന്നു ഏത് കാലത്ത് പണ്ടും ഇന്നും അങ്ങനെയാണെന്നാണ് വെപ്പ് എന്നാണ് സർ. അപ്പൊ ഭർത്താവായിരിക്കുന്നെങ്കിൽ അടിക്കാൻ അവകാശമുണ്ട്. പിന്നെ ഇവിടെ ടോക്സിക് റിലേഷൻ എവിടെയാണ് ഈ ടോക്സിസിറ്റി വരുന്നത്? ടോക്സിസിറ്റി ഒരു മറ്റൊരാളുടേത് ആയിക്കൂടാ. ഞാൻ അല്ലെങ്കിൽ സാർ, ഞാൻ എന്റെ സാറും ഞാനും ഭാര്യയല്ല, ഒരു ജെൻസ് മെയിലും അല്ല ഫീമെയിലും ആയി കഴിഞ്ഞാലും ഒരു മൂന്നാമത് ഒരാളെടുത്ത് അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പാതിവൃത്യം ഒക്കെ വേണമെന്നല്ലേ പഠിപ്പിച്ചിരുന്നത്. സുശീലയും സുന്ദരിയും സുശീലയുമായ സ്ത്രീ ആയിട്ടിരിക്കാനല്ലേ പഠിപ്പിച്ചിരുന്നത്. പിന്നെന്താണ് ടോക്സിസിറ്റി വരുന്നത്? എന്താണ്? പൂമുഖവാതിലിന്റെ സ്നേഹം വിടർത്തുന്ന ഭാര്യ എങ്ങനെ ഇരിക്കുന്നതിനെ പറ്റി പാട്ട് എഴുതിയ കേരള അല്ലേ? പിന്നെ എവിടെയാണ് ടോക്സിസിറ്റി ആയിട്ടുള്ളത്? ഭാര്യയുടെ പണി എന്താണ്? ഭാര്യയുടെ പണി ഭാര്യക്കും ഭർത്താവിനും അല്ല, ഭാര്യയുടെ പണി എന്താണെന്നാ ചോദിക്കും. ഭാര്യയുടെ പണി നമ്മള് പൊതുവെ ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഭർത്താവ് പറയുന്നത് കേൾക്കാം, ഭർത്താവിന്റെ പിന്നെ ടോക്സിക് ആയിട്ട് പെരുമാറുന്നതിന് എവിടെയാണ് ടോക്സിക് ആയിട്ട് ഭർത്താക്കന്മാര് പെരുമാറുന്നത്? ഭർത്താക്കന്മാർ അവരുടെ അവകാശം ഇല്ലയോ ചെയ്യുന്നത്? പിന്നെ എവിടെയാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് വരുന്നത്? ഇയാൾ പറയാം. ഭാര്യയുടെ ഭർത്താവ് മാത്രമല്ല സാറേ ഞാൻ പറഞ്ഞു. പിന്നെ ആരുടെ ഫ്രണ്ട്സ് രണ്ടുപേര്, ഞാനും സാർ ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ സാർ ഇപ്പൊ മൂന്നാമത് അടുത്ത് മിണ്ടുന്നു, അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നു, മീൻസ് അവരുമായിട്ട് സൗഹൃദം. എന്നെ പോലെ അത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ അങ്ങോട്ട് പോകാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവർക്കും നമ്മള് ഇയാളുടെ കൂട്ടുകാരനും കൂടെ അല്ല, ഇയാളുടെ കൂട്ടുകാരനല്ല വേറെ വല്ല കൂട്ടുകാരനായിട്ടല്ലയോ എന്നെ കാണാൻ പറ്റുന്നത്. കൂട്ടുകാര് എന്ന് പറയുമ്പോൾ രണ്ടുപേര് മാത്രം ആണോ? രണ്ടുപേര് മാത്രമായിട്ടല്ലാത്തവര് തമ്മിൽ ടു ഈസ് കമ്പനി, ത്രീ ഈസ് ക്രൗഡ് എന്നായിരുന്നു പണ്ട് ഇംഗ്ലീഷുകാർ പറയുന്നത്. രണ്ടുപേരാണെങ്കിൽ കമ്പനിയാണ്, 3 പേരാണെങ്കിൽ ആൾക്കൂട്ടമാണ്. അതല്ലേ പറഞ്ഞുള്ളൂ. അല്ല, മിണ്ടാൻ പാടില്ല, പോവാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു തമ്മിലുള്ള ബന്ധത്തിനകത്ത് മൂന്നാമതൊരാൾ എന്തിനാണ് കിടന്നിരുന്നത്? ഈ പ്രൈവസി എന്ന് പറഞ്ഞ അങ്ങനെയല്ലേ? നമ്മൾ അങ്ങനത്തെ ഒരു വാക്ക് പറയല്ലോ. പ്രൈവസിക്കകത്ത് വേറൊരാൾ ചെന്നൂടെ? അല്ലെങ്കിൽ ഇവിടെ ഈ ജനലിനകത്തൂടെ എത്തി നോക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമാകുമോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ എത്തി നോക്കാൻ പാടില്ല എന്ന് മാത്രമല്ലേ മറ്റേ പറയുന്നുള്ളൂ. രണ്ടുപേര് മാത്രം മതി അല്ലേ? എന്താ കുഴപ്പം? 3 പേര് തമ്മിൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ 2 പേര് മതി എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ടോക്സിക് ആയിട്ട് മാറുന്നത്? ഒരാള് ജീവിതകാലം മുഴുവനും നിങ്ങൾ 2 പേരും കൂടെ ദൈവം ചേർത്തതാണെന്ന് പറഞ്ഞിട്ടാണല്ലോ പള്ളിയിലെല്ലാം കല്യാണം കഴിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് വേറൊരാളെ അടുത്ത് പോകുന്നത്? ഇത് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിലോട്ട് എത്തിയത് ഒരു NPD എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, സാറിന് അറിയായിരിക്കും. ഒരു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ. അതും ഞാൻ ഓരോ വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പേടിക്കുകയാണ് അതിനെപ്പറ്റി. അല്ല, LPD അത് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള ഒരു പ്രത്യേക കാറ്റഗറിയുള്ള ഒരാളുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ ടോക്സിക്. അങ്ങനെ അല്ലാത്ത ഒരാളെ ഇയാൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അല്ലാത്ത ഒരാളെ വേറൊരാളെ പ്രണയിക്കാൻ പോകാൻ സമ്മതിക്കൂ? ഇല്ല. പിന്നെ എന്താണ് ഇയാള് ടോക്സിക് ആണ്? ഭയങ്കര ടോക്സിക്. ഭാര്യക്ക് പ്രണയിക്കുന്നതിന് എന്താ? അതല്ല സാറേ അതിന്റെ പിന്നെന്താണ്? നമ്മളിപ്പോ ഭാര്യ രാവിലെ ചോറും കറിയാൻ വെച്ചിട്ട് അയലത്തുള്ള ഒരുത്തിന് കൊടുത്താൽ അയാൾ സമ്മതിക്കുവോ? ഇല്ല. കെട്ടുകയാണ്. അപ്പൊ ഇയാൾക്ക് വെച്ച് വിളമ്പണം, തനിക്ക് മാത്രം വെച്ച് വിളമ്പണം എന്നുള്ളതല്ലേ ശരി? അല്ല, പിന്നെ വെച്ച് വിളമ്പണം അയലത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാതെ അയലത്തുകാരനെ സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് അയലത്ത് ഇവിടുത്തെ കുട്ടുംപയറും കൊടുത്താൽ എന്താ കുഴപ്പം? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറും പുട്ടും അപ്പുറത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇയാളെ സമ്മതിക്കുന്നില്ല. ഇതുപോലെ ഈ ലോകത്തിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ
ആളുകൾ മറ്റുള്ളവരെ ബംഗാളി എന്ന് വിളിക്കുന്നു, നീഗ്രോ എന്ന് വിളിക്കുന്നത് ഒക്കെ വിളിക്കുന്നവരുള്ള വാക്കുകളാണ് ഇപ്പൊ ഈ പറയുന്ന വാക്കുകളല്ല. രോഗവുമായിട്ടുള്ള രോഗം എല്ലാ വർഷവും പുതിയ രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഇത് ചിന്തിക്കുന്നവൻ കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അതൊക്കെ ഇയാള് രാവിലെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഞാനൊരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ആണോ എന്നൊക്കെ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വെള്ളം ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. നമുക്കറിയാവുന്ന മുഴുവൻ സാധനവും ഉണ്ടായി. അപ്പൊ അങ്ങനല്ല, അത് നമ്മളെ ലോകത്തെ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലോകത്തിനെ മനസ്സിലാക്കാൻ മൂന്ന് തവണ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ലൈഫില്. സത്യം, ഈ ഒരു എൻ്റെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു എൻ്റെ മാനേജർ അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ ഡയറക്ടർ നിന്നും അപ്പൊ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്താണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ശരി, അടിമ അടിമയായിട്ട് തന്നെയായിരുന്നു ഇവിടെ ആൾക്കാരെല്ലാം പെരുമാറിക്കൊണ്ടിരുന്നേ. ശരിയായ അടിമ, റിയൽ അടിമ. റിയൽ അടിമയാണ്. പിന്നെ ഇയാൾ അടിമയല്ലെന്ന് ഇയാൾ ഇടയ്ക്ക് വെച്ച് തെറ്റിദ്ധരിച്ചതുകൊണ്ടാ. അല്ല, അതിനൊരു വേരിയേഷൻ ഉണ്ടാവുമല്ലോ അടിമകളാണെങ്കിൽ. ഇയാളിപ്പോ ഗൾഫിലാ പോകുന്നെങ്കിൽ അക്ഷരം പറയാതിങ്ങി വന്നേ. ഗൾഫിൽ പോയി 14 വർഷം ജീവിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്താണ് ജീവിച്ചിരുന്നത്? ഞാൻ യു എയിൽ ജീവിച്ചിട്ടുണ്ട്. യു എയിൽ എവിടെയാണ് ജീവിച്ചിരുന്നത്? ദുബായിൽ ജീവിച്ചിരിക്കുമ്പോ ദുബായിലെ ഷേക്ക് വന്നാൽ ഇയാളുടെ അവകാശങ്ങളെ പറ്റി പറയുമോ? മനുഷ്യൻ എന്നുള്ള നിലവാരത്തിൽ എനിക്ക് ചില അവകാശങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ സംസാരിക്കുവിടെ? ഇല്ല, മിണ്ടാതെ മിണ്ടാൻ പറ്റുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഇത്. അല്ലെങ്കിൽ ആ ഷേക്ക് തന്റെ അടുത്ത് ഇങ്ങനെ തന്നെയാ പെരുമാറുന്നത്. പക്ഷെ അത് അയാൾക്ക് അവകാശം ഉണ്ടെന്ന് താൻ സമ്മതിച്ചുകൊണ്ടാണ് താൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കാണാതെ പോയത്. കണ്ടിട്ടുണ്ട്. ഇയാൾ കണ്ടത് ദുബായ് ഷേക്കിൽ അത് കാണത്തില്ല. ഇയാൾ ദുബായിലുള്ള അറബികൾ എന്ന് വിളിക്കുന്ന ആർക്കും തന്നെ ഇത് കാണത്തില്ല. അതെല്ലാം അവർക്ക് ആ നാട്ടുകാരുടെ സ്വഭാവമാണെന്ന് ഇയാൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഇടയിലാണ് ഈ തരത്തിലുള്ള കാറ്റഗറികൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ബലമില്ലാത്ത ദരിദ്രവാസികൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന വരികളായിട്ട് ഇതെല്ലാം. മറ്റെല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ആ രാജ്യത്തെ നിയമം അതാണ് എന്നാണ്. അവിടെ മൂത്രം ഒഴിക്കാനും തുപ്പാനൊന്നും പറ്റത്തില്ല. എവിടെ പറ്റത്തില്ല? റോഡിൽ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ പറ്റും. അപ്പൊ നമ്മൾ എന്തൊരു പേഴ്സണാലിറ്റിയാണ്? ഇവിടുത്തെ ഒരു പേഴ്സണാലിറ്റി, അവിടുത്തെ പേഴ്സണാലിറ്റി എന്താണ്? മൂത്രം ഒഴിക്കുന്ന പേഴ്സണാലിറ്റിയാണ്. ഞാൻ പറയുന്നത് രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ രാജ്യമില്ലാന്ന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഈ സാധനം പിന്നെ എവിടെ പോയി? ഈ സാധനങ്ങളൊക്കെ എവിടെ പോയി? അറിയില്ല. പണ്ട് കാലത്ത് ഇത് തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. മേല് കീഴ് ബോധം ഉണ്ടായിരിക്കുന്ന മൂല്യബോധത്തിനകത്ത് നിന്നുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പഠിക്കുകയും അതിനുശേഷം ജനാധിപത്യത്തിന്റെ വാക്കുകളിനകത്ത് ആളുകൾ പരസ്പര ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പറയുന്നിടത്ത് കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യേണ്ട. അല്ലാതെ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് മുൻകിയാൽ നടക്കത്തില്ല. ഇയാൾ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് ഓഫീസിലുള്ള മേലധികാരി എന്ന് വിളിക്കുന്ന ആള് ഇയാളടുത്ത് വളരെയധികം ഷൗട്ട് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പക്ഷെ അയാൾക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്നൊന്നും ഇയാൾ പറയത്തില്ല. ഇത് മുഴുവൻ ചർച്ച ചെയ്യുന്നത് കളിക്കകത്ത് മാത്രമാണ്. ആളുകൾ തമ്മിലുള്ള കൂട്ടുകാരും വീട്ടുകാരും തമ്മിലുള്ള ബന്ധത്തിനകത്ത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് മിണ്ടത്തില്ല. അതെന്തുകൊണ്ടാ? അവിടെ മേലുകീഴാണ് മൂല്യം. അയാൾക്ക് അങ്ങനെ പെരുമാറാൻ അവകാശം ഉണ്ടെന്നേ മാത്രമേ. ഇത് വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ ഭർത്താവിന് ഇഷ്ടമുള്ളവരെ പെരുമാറാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഭാര്യയല്ല ഞങ്ങള് തുല്യരാണെന്ന് തെറ്റിദ്ധരിക്കുന്ന വഴിയാണ് പുതിയ പ്രശ്നങ്ങൾ. അപ്പൊ അടിമയായി പെരുമാറാൻ വിധിക്കപ്പെട്ട പെണ്ണുങ്ങൾ തുല്യമായി പെരുമാറുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഡൈവോഴ്സ് കേസ് ഉണ്ടാകുന്നത്. പണ്ട് വിവാഹ മോചിതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു.
വിധവകളുണ്ട്. വിഭാര്യന്മാരായിട്ട് ആരെങ്കിലും ഇരുന്നു? ഭാര്യന്മാരായിട്ട് ഉണ്ടാവാം, മേ ബി. ഉണ്ടാകാം എന്നുള്ളതല്ലാതെ ആരെങ്കിലും വിഭാര്യൻ എന്ന് പറഞ്ഞിട്ട് ലേബലില് ഇല്ല. പെൻഷൻ മേടിക്കുവോ? ഇല്ല. അതെന്താ മേടിക്കാത്ത? അറിയില്ല. അപ്പൊ വിഭാര്യനില്ലായിരുന്നു. പെണ്ണുങ്ങളെ എത്ര 12 വയസ്സുള്ള 15 വയസ്സുള്ള 60 വയസ്സായ ആൾക്കാർ കല്യാണം കഴിക്കുക. പക്ഷെ വിധവകൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും. അങ്ങനെയാണ് വിധവകൾ ഉണ്ടായത്. ഇപ്പൊ വിവാഹമോചിതർ ഇഷ്ടം പോലും. അങ്ങനെ പണ്ടില്ല. ആ കാറ്റഗറി ഉണ്ടായപ്പോൾ തുല്യരായ മനുഷ്യരുണ്ടായപ്പോഴാണ് പിരിയാൻ പറ്റുമെന്ന് പറഞ്ഞത്. മറ്റേ അങ്ങനല്ല, ചത്തൊഴിയാനേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് പണ്ടില്ലാതിരിക്കുന്ന പല രോഗവും ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടത്. അല്ല, രോഗം പുതിയതായിട്ട് വന്നിട്ടൊന്നുമില്ല. പണ്ടത്തെ അളവ് പോലും വെച്ചിട്ടല്ല മനുഷ്യരെ പരസ്പരം നോക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന ടോക്സിക് റിലേഷൻഷിപ്പ്. എല്ലാ വീട്ടിലെ എല്ലാ ഭർത്താക്കന്മാരും ടോക്സിക്കാണ്. ഭർത്താവാണോ ടോക്സിക്കാണ്. അതെന്താ ഇയാൾ സമ്മതിക്കത്തില്ലല്ലോ? സമ്മതിക്കുമോ? ഭർത്താക്കന്മാർക്ക് മുഴുവൻ അവകാശമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ പെരുമാറും. ഭാര്യയെ അടിക്കും, ഉപദ്രവിക്കും, എല്ലാം ചെയ്യും. അപ്പൊ ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റി ചർച്ചയില്ല. എപ്പോഴാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഭാര്യമാര് പ്രതിഷേധിക്കുമ്പോൾ തൊട്ട് പ്രശ്നമാണ്. അപ്പൊ തൊട്ട് റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ. സൈക്കോളജിസ്റ്റുകളെല്ലാം പ്രത്യക്ഷ, കൗൺസിലേഴ്സ് എല്ലാം പ്രത്യക്ഷ. ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കാന്ന്. ആരെ പറഞ്ഞ് ശരിയാക്കുന്നേ? കല്യാണം കഴിച്ചത് അമ്മയും അച്ഛനും കൂടെ തീരുമാനിച്ച കല്യാണമാണ്. എവിടെ കൗൺസിലിംഗ് നടക്കുന്നത്? ഇയാളെ അണയെ തെരഞ്ഞെടുത്താണോ? അതെയോ? കല്യാണം അല്ലേ കഴിച്ചേ? ഞങ്ങൾ വിവാഹിതരാണെന്ന് താനും തന്റെ ഭാര്യ എന്ന് പറയുന്ന വിദ്വത്തിയും കൂടെ ചേർന്നിട്ടാണോ അടിച്ചത്? ആണോ? എന്റെ മക്കൾ കല്യാണക്കുറിയല്ലേ അടിച്ചത്? പിന്നെ എങ്ങനെ തന്റെ തെരഞ്ഞെടുപ്പാകുന്നേ? ഞാനും കൂടി തെരഞ്ഞെടുക്കണമല്ലോ. എന്ത് തെരഞ്ഞെടുത്ത്? ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാ. അവളുടെ അടുത്ത് സമ്മതമൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. വീട്ടുകാരുടെ നാട്ടുകാരുടെ സമ്മതം ചോദിച്ചു. ഞങ്ങള് കണ്ടു കഴിഞ്ഞാലും പരസ്പരം രണ്ടുപേരും സമ്മതിച്ച് ഇവിടെ കൊണ്ടുവരത്തുള്ളൂ. എന്ത് സമ്മതിക്കും? സമ്മതമാണ്. ആട് തല ഒഴിക്കത്തില്ലേ? ഈ തലയിലെ വെള്ളം ഒഴിക്കുമ്പോ ഓതി, അങ്ങനത്തെ സമ്മതമില്ലേ? നമ്മള് ബക്രീദിനെ ആടിനെ അറക്കുന്നതിന് മുമ്പേ അവരിങ്ങനെ ആശുപത്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കില്ല, തല കുടിക്കും. സമ്മതിച്ചു, തിന്നോളാൻ സമ്മതിച്ചു. ഇങ്ങനത്തെ സമ്മതമില്ലേ ഇയാൾ വാങ്ങിച്ചിട്ടുള്ളത്? അല്ലാതെ എപ്പോഴെങ്കിലും ഈ പെണ്ണിനും ചെറുക്കനുമായിട്ട് പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ രണ്ടുപേരോട് ഒന്നിച്ച് ജീവിക്കുന്നത് നല്ലതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ആട് തല ഒലുക്കിയ സമ്മതമില്ലേ മേടിച്ചിട്ടുള്ളത്? അപ്പോഴേ അത് ടോക്സിക് അല്ലേ ഉള്ളൂ. വിവാഹി ആയിരിക്കാവുന്ന ഇയാൾക്ക് വല്ല പരിചയം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയെ? ഇല്ല, ഒരു പരിചയം. ഇതൊക്കെയാണ് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഈ വിവാഹങ്ങൾ മുഴുവനുള്ളത്. പിന്നെ അതിനകത്ത് കൂടുതൽ ടോക്സിക് ഒന്നുമില്ല. ഡിഗ്രിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പരസ്പരം തിരഞ്ഞെടുക്കുന്ന ഒരു സമൂഹത്തിലുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പിനകത്ത് വെക്കേണ്ട വാക്കുകളാണ്. ഡേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ മാസങ്ങളും വർഷങ്ങളും നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നത് നല്ലതാണോ എന്ന് പരിശോധിച്ചറിഞ്ഞ മനുഷ്യരുടെ റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ടോക്സിക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതുവരെ അങ്ങനെ അല്ലാതെ പെരുമാറി ഇപ്പൊ അങ്ങനെ പെരുമാറുന്നു എന്ന് പറയുമ്പോഴാണ് ടോക്സിക് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇനി ഇത് തുടരണ്ട എന്നൊരു കൗൺസിലറിന് പറയാൻ പറ്റും. ഭാര്യയും ഭർത്താവിന്റെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണ്, അത് തുടങ്ങിയപ്പോഴേ ടോക്സിക് ആണ്. അതിനകത്ത് കിടന്ന് തപ്പണ്ട. ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം രണ്ട് രീതിയിലുള്ള മൂല്യബോധമുള്ള സമൂഹത്തിനകത്ത്, നേരത്തെ നമ്മൾ സ്കൂളിനെ പറ്റി പറയുമ്പോഴും ഇപ്പൊ വീടിനെ പറ്റി പറയുമ്പോഴും ഈ സകല സാധനത്തിനകത്ത് മനുഷ്യരെന്ന് പറയുന്ന ജീവികള് മേല് കീഴ് മൂല്യബോധത്തോടെ ഇരിക്കുന്ന സമൂഹത്തിനകത്തെങ്കിൽ ആ റിലേഷൻഷിപ്പുകളെല്ലാം ടോക്സിക്കാണ്. അതിനകത്ത് പിന്നെ നല്ല രാജാവില്ല, രാജത്വമാണ് കുഴപ്പം. നല്ല ഭർത്താവില്ല, ഭരിക്കുന്നതാണ് മോശം. അപ്പൊ ജനാധിപത്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകണമെങ്കിൽ തുല്യരായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലത്തെ കസേരയിൽ ഇരുന്ന് ഇപ്പൊ കാര്യം പറയുന്നത് പോലെ പരസ്പരം നമ്മൾ സമ്മതിച്ച് ഇരിക്കുന്ന സമയത്താണ് എന്റെ പെരുമാറ്റം മോശമാകുന്നു എന്ന് പറയുന്ന ചർച്ച ആരംഭിക്കാറുള്ളത്.
ഞാൻ വലിയ കസേരയിൽ ഇരിക്കും, തന്നെ തറയിൽ ഇരുത്തുകയും കൂടെ ചെയ്യുന്ന മൂല്യബോധത്തിലാണ് പഠിച്ചത്. അങ്ങനത്തെ റിലേഷൻഷിപ്പിനകത്ത് ഈ ചർച്ച സാധ്യമല്ല. അപ്പൊ ഗുരുക്കന്മാരായിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അതങ്ങനെ മനസ്സിലാക്കുക. ആ മൂല്യബോധത്തിനകത്തൂടെ നമുക്ക് ഒരിക്കലും നമ്മൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള ഒരു ചർച്ചയോ കാര്യമോ ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ പറ്റില്ല. വിവാഹിതരാണ് പെണ്ണ് കണ്ട് വിവാഹിതരായ ആൾക്കാരുടെ ജീവിതത്തിനകത്ത് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാനൊക്കെ പറ്റില്ല. പരസ്പരം പോയി ഇണകളെ കണ്ടെത്തി ഇയാള് ഡേറ്റ് ചെയ്ത് തുല്യരായ പൗരരായി ഞങ്ങളുടെ വിവാഹത്തിലേക്ക് മറ്റുള്ളവരെ വിളിച്ചിട്ട് നടത്തിയ വിവാഹത്തിനകത്തെ റിലേഷൻഷിപ്പിനകത്തെ പ്രശ്നം വരുമ്പോ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ടോക്സിക്. അത് വേറെ എവിടെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ നടക്കത്തില്ല. അല്ലാതെ ബാക്കി പണ്ടുള്ള എല്ലാ ആളുകളും വളരെ സ്വാഭാവികമായി പെരുമാറിക്കൊണ്ടിരുന്ന സാധനം മുഴുവൻ ഇന്ന് ടോക്സിക് എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും മക്കളെ അടിച്ചു വളർത്തണമെന്ന് പഠിപ്പിക്കുന്ന സമൂഹത്തിനകത്ത് കുട്ടികളുടെ പേരന്റിങ്ങിനെ പറ്റി മിണ്ടേണ്ട കാര്യമേ ഇല്ല. കാരണം അവിടെ അടിമകളെ അനുസരണയുള്ളവരെ വളർത്തുന്ന ഇടവാണ്, പ്രജകളെ ഉണ്ടാക്കുന്ന ഇടവാണ്. ആ ഇടത്തിനെ പറ്റിയുള്ള ചർച്ച ആരംഭിക്കുന്നതിന് പകരം നമ്മൾ ഈ ജനാധിപത്യപരമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ മേളിലുള്ള വാക്കുകൾ എടുത്ത് നമ്മുടെ സമൂഹത്തിനകത്ത് എടുത്ത് പ്രയോഗിച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴുവൻ പേരും കുറ്റവാളികളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള എല്ലാവരും ഒരു പ്രയോജനമില്ല. അപ്പൊ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ പഠിക്കാനും വളർത്താനും ഒക്കുന്ന ക്ലാസ് റൂംസ് ആരംഭിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ പറയുന്ന മൂല്യബോധങ്ങളിലേക്ക് വരാൻ പറ്റൂ. അതിനു പകരം നിങ്ങൾ പോയിട്ട് ഇപ്പൊ ഏത് വീട്ടിലെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സകലരും ടോക്സിക് റിലേഷൻഷിപ്പിനകത്താണ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് മേലെ ഇത് അടിച്ചമർത്തുന്നതും പറഞ്ഞാൽ അനുസരിപ്പിക്കുന്നതുമായ സമൂഹങ്ങളാണ്. ഈ വാക്കുകൾ ഒന്നും തന്നെ നമുക്ക് പറയാം. എടുക്കാൻ പറ്റിയ എന്തെങ്കിലും വാക്കുകൾ ഇപ്പൊ കേൾക്കുന്നതിൽ ഉണ്ടോ? ഇല്ല. ഈ പറയുന്ന വാക്കുകളൊന്നും തന്നെയും ജനാധിപത്യ മൂല്യബോധം പഠിപ്പിക്കാത്ത ഒരു സമൂഹത്തിനകത്ത് പരസ്പരം തെരഞ്ഞെടുക്കുക, ജനങ്ങളെ തെരഞ്ഞെടുക്കുക, നമ്മളെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് ആർക്ക് പറഞ്ഞത്? നമ്മുടെ ആൾക്കാരെ തന്നെ ജാതിയോ മതമോ അനുസരിച്ചിട്ടുള്ള ഒരാൾക്ക് വോട്ട് കൊടുക്കാനേ അറിയാവൂ. അല്ലാതെ എപ്പോഴാണ് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടുള്ളത്? ആരെയാണ് തിരഞ്ഞെടുക്കണമെന്ന് എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? വീട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്? ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. നമുക്ക് അറിഞ്ഞേ കൂടാ. ഭരണഘടന വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം അറിഞ്ഞിട്ടില്ലാത്ത ജനതയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ തുടരുന്നത്. ഇതുകൊണ്ട് ഇത് അഴിച്ചു പണിഞ്ഞ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടതായ മൂല്യത്തിനകത്തെ വരികളാണ് ഈ പറയുന്നത്. അല്ലാതെ ടോക്സിക് എന്നുള്ള വാക്കോ ഇതൊന്നും നമുക്ക് എടുത്ത് യഥാർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഏത് വീട്ടിനകത്ത് പോയി നിങ്ങൾ എടുത്താലും ഗൃഹനാഥൻ മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹമല്ലായിരുന്നത്. ഗൃഹനായിക എന്ന് പറയുന്നത് ഈയിടയ്ക്ക് ഉണ്ടായ റേഷൻ കാർഡിൽ ഈയിടയ്ക്ക് വന്നത് ജനാധിപത്യത്തിന്റെ ഒരു വാക്കാണ് ഗൃഹനായിക. ആണും പെണ്ണും മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹമല്ലായിരുന്നു. ഇയാൾ ഇടയ്ക്ക് വെച്ചിട്ട് ഇണകൾ എന്നുള്ള വാക്കൊക്കെ പറയുന്നുണ്ടല്ലോ. മൂന്നാമത് ഉള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, ആണും പെണ്ണും അല്ലാത്തവരും ഉണ്ട് എന്ന് പറയുന്ന ഫോളോ വന്നിട്ട് എത്ര നാളായി? അറിയില്ല. ഒരു 25 വർഷമായിട്ട് ഞങ്ങളെല്ലാം പണിയെടുത്തിട്ടുണ്ടായതാണ് അതർ എന്ന് പറഞ്ഞ ഒരു കോളം. പക്ഷെ അതറിനകത്ത് പലരുണ്ടെന്നുള്ള കാര്യം നമുക്കിപ്പോ അറിയാം. പണ്ട് നമുക്കൊരു അതറിയെ ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ വ്യത്യസ്തമായ ജെൻഡർ ഉണ്ടെന്ന്, വ്യത്യസ്തമായിട്ടുള്ള സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടെന്ന്, വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യര് തുല്യരായ മനുഷ്യരാണെന്നും ഒക്കെ അറിയുന്ന സാമൂഹികമായ ഘടനയ്ക്കകത്തുണ്ടാകേണ്ട വാക്കുകളും വരികളുമാണ് ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ. എങ്ങനെ പേരന്റ് ചെയ്യാൻ അമ്മയും അച്ഛനും വളർത്തി നമ്മള് അമ്മയും അച്ഛൻ്റെ കൂടെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അമ്മയും അച്ഛന്മാരും ഇപ്പോഴും മക്കളെ കാത്തിരിക്കുന്ന വീടുകളാണുള്ളത്. മക്കള് പഠിച്ച് എഞ്ചിനീയറിങ് പഠിച്ച് ഡോക്ടറായി പഠിച്ച് വക്കീലായി പഠിച്ച് IAS കാരനാകുന്ന ഉദ്യോഗസ്ഥന്മാരാകുന്ന അവർക്ക് വീട്ടിൽ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? പക്ഷെ ഇവര് കാത്തിരിക്കുന്ന മക്കളെ കാത്തിരിക്കുന്ന അമ്മയച്ഛന്മാരാണല്ലോ ഉള്ളത്. കാരണം ഇതുവരെ കൃഷി മറ്റേതങ്ങനെ അമ്മയും അച്ഛൻ്റെയും കൃഷി ചെയ്യാൻ അറിയുന്നവര് ഒന്നേ കാർഷിക തൊഴിലാളികളായിരിക്കും, അല്ലെങ്കിൽ കൃഷിക്കാരായിരിക്കും. ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭൂമിയിൽ തന്നെയാണ് ആ പണിയെടുക്കുന്നത്. കാരണം അമ്മയുടെ അച്ഛൻ്റെയും കൂടെ താമസിക്കുന്നവരായിരുന്നു മക്കൾ. അതുകൊണ്ടാണ് അമ്മയും അച്ഛനെയും നോക്കിയിരുന്നത്.
അല്ലാതെ അമ്മയും അച്ഛനും പണ്ടുള്ളവർ നോക്കി, അവർക്ക് നോക്കാതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നോക്കിയിരുന്നത്. തരം കിട്ടിയാൽ കാശിക്ക് പറഞ്ഞു വിടുമായിരുന്നു, രാമേശ്വരത്ത് പൊക്കോളാൻ പറയുമായിരുന്നു. പോകുന്ന വഴിക്ക് അങ്ങ് ചത്തുപോകും. ഇപ്പൊ ഈ ബസ്സും ട്രെയിനും ഒക്കെ വന്ന കാരണം കൊണ്ട് എല്ലാം കൂടെ ഇങ്ങനെ തിരിച്ചു വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പറയുന്ന എല്ലാ വരികളും സാധനങ്ങളും ജനാധിപത്യ സമൂഹത്തിനകത്തേക്ക് പുത്തൻ മൂല്യങ്ങൾ പഠിക്കാതെ ഇത് വിശദീകരിക്കാനോ പറയാനോ പറ്റത്തില്ല. പേരന്റിങ്ങിനെ പറ്റി ഞാൻ പറയുമ്പോഴായാലും ശരി, ഇയാളെ റിലേഷൻഷിപ്പിനകത്ത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കണമെങ്കിൽ ഈ പുതിയ സാമൂഹിക ഘടനാപരമായിട്ട് തുല്യരായിരിക്കുന്ന സമൂഹത്തിനകത്തെ പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ സമൂഹത്തിനകത്ത് മോരും മുതിരയും പോലെ തിരിഞ്ഞു നിൽക്കും. ഇവിടുത്തെ ഏത് വീടെടുത്താലും അതെല്ലാം ഇതുപോലെ മേല് കീഴുള്ള അതാണ്. ഇയാൾ ഇന്നും പെണ്ണ് കണ്ട് കല്യാണം കഴിച്ച ഒരാളാണ്. ഇയാൾക്ക് ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റി ചർച്ച ചെയ്യാനേ പറ്റത്തില്ല. എന്നിട്ട് റിലേഷൻഷിപ്പിന്റെ ആരംഭം തന്നെ ടോക്സിക്. ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നാണ് ചോദിക്കുകയും പറയുകയും ചെയ്യാറ്. ആരോട് ചോദിച്ചിട്ടുള്ളൂ? പെണ്ണിനോട് ചോദിച്ചിട്ടുള്ളതാണ്. അവർക്ക് സമ്മതമാണെന്ന് ചോദിച്ചിട്ടില്ല. വീട്ടുകാര് അമ്മയും അച്ഛനും പറയുന്നത് അനുസരിച്ചവർ മാത്രമേ. അല്ല താനും അവരും തമ്മില് കുറെ ദിവസം ഒന്നിച്ച് നടന്ന് കാപ്പിയെങ്കിലും കുടിച്ച് ഒരു പാർക്കിലിരുന്ന് സംസാരിച്ച് തീരുമാനം എടുത്താലത് അതിന്റെ ആരംഭം തന്നെ ടോക്സിക്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതിനകത്ത് കിടന്നിട്ട് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയണ്ട. തന്റെ വീട്ടിലല്ലയോ പെണ്ണുപിള്ള താമസിക്കുന്നത്? അവർ രണ്ടുപേരുടെയും കൂടെ വീടുണ്ടായത് എവിടെയെങ്കിലും തന്റെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് താമസിക്കുന്നത്. അതാണ് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ താമസിക്കുന്ന വീട്ടിനകത്ത് പിന്നെ എന്ത് ജനാധിപത്യത്തിനെ പറ്റി സംസാരിക്കും? അതുകൊണ്ട് ജനാധിപത്യപരമായ റിലേഷൻഷിപ്പ് ആരംഭിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ പരസ്പരം തിരഞ്ഞെടുക്കുന്ന സമൂഹത്തിനകത്ത് മാത്രം ഉണ്ടാകുന്ന ചർച്ചയാണ് യഥാർത്ഥത്തിൽ പേരന്റിങ്ങും റിലേഷൻഷിപ്പിനകത്തുള്ള പ്രശ്നങ്ങൾ. അത് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. താങ്ക് യു സർ.